ദേവ മോളെ. അഗ്നി അവളെ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു. ഏട്ടത്തി, ദേവേട്ടത്തി. അച്ചുവും അവളെ വിളിച്ചു. അച്ചു, എൻ്റെ കുഞ്ഞ് എവിടെ പോയി? രഞ്ജു, രഞ്ജു എവിടെ? നീ അവനെ ഒന്ന് വിളിക്ക്. അഗ്നി അച്ചുവിനെ നോക്കി പറഞ്ഞതും അവൾ ഫോണെടുത്ത് രഞ്ജുവിനെ വിളിച്ചു. എന്നാൽ അവൻ ഫോൺ എടുത്തിരുന്നില്ല. ഉറങ്ങുന്നവരെ തട്ടി വിളിച്ചുണർത്താം, ഉറക്കം നടിക്കുന്നവരെ പറ്റില്ലല്ലോ. ഹോ, എന്തൊരു അഭിനയായവള്! ആതിര പുച്ഛത്തോടെ പറഞ്ഞതും അഗ്നിയും അച്ചുവും ദേഷ്യത്തോടെ അവളെ നോക്കി. അമ്മ. പുറകിൽ നിന്ന് കുഞ്ഞിന്റെ വിളി കേട്ടതും എല്ലാവരും പുറകിലേക്ക് നോക്കി. രഞ്ജുവിന്റെ കൂടെ വരുന്ന രുദ്രയെ കണ്ടതും ആതിരയുടെ മുഖം മാറി. മോളെ. അഗ്നി അവളെ വിളിച്ചതും അവൾ അവന്റെ അടുത്തേക്ക് ചെന്നു. ദേവ, ദേ മോള് വന്നിരിക്കുന്നു, കണ്ണു തുറക്ക് ദേവ. അഗ്നി അവളെ തട്ടി വിളിച്ചു. അമ്മ, അമ്മ, മോള് വന്ന്, എണീച്ച്. അവള് ദേവയുടെ മുഖത്തേക്ക് കൈകൊണ്ട് തട്ടി വിളിച്ചു. അവളുടെ കുഞ്ഞി കൈകൾ അവളുടെ മുഖത്ത് സ്പർശിച്ചതും അവൾ ബോധം വീണ്ടെടുത്തതുപോലെ കണ്ണുകൾ വലിച്ചു തുറന്നു. മോളെ, കുഞ്ഞി, മോള്, എൻ്റെ മോള്. അവൾ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ മാറോടണച്ച് മുഖം മുഴുവൻ ചുംബിച്ചു. അമ്മ കയ്യേണ്ട, മോള് വന്നല്ലോ. അവൾ ദേവിയുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. കുഞ്ഞിയോട് അമ്മ പറഞ്ഞതല്ലേ അമ്മയെ വിട്ടിട്ടെങ്ങും പോവരുതെന്ന്. എന്തിനാ അമ്മയെ വിഷമിപ്പിച്ചിട്ട് പോയത്? അതുണ്ടല്ലോ അമ്മ, ഇറ്റമ്മ പറഞ്ഞു അമ്മ മോളെ വിറ്റിട്ട് പോയെന്ന്. അതാ മോളെ അമ്മയത്തേക്ക് വന്നത്. അവൾ പറയുന്നത് കേട്ടതും എല്ലാവരുടെയും കണ്ണുകൾ ആതിരയുടെ നേർക്കായി. അവൾ അഗ്നിയുടെ നോട്ടത്തിൽ പേടിച്ച് വിളറി വെളുത്തു. കുഞ്ഞിനോട് പറയാതെ പോകാൻ തോന്നിയ നിമിഷത്തെ ദേവ പഴിച്ചു. രഞ്ജു, എന്താടാ ഉണ്ടായത്? അഗ്നി രഞ്ജുവിനെ നോക്കി ചോദിച്ചു. ഞാൻ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴാ ആതിര ഏട്ടത്തിയോടെന്തോ സംസാരിക്കുന്നത് കണ്ടത്. അവളോട് സംസാരിച്ചു കഴിഞ്ഞ ഏട്ടത്തി അങ്ങോട്ട് പോയി. ഇനി എന്തെങ്കിലും ആവശ്യത്തിനാണെന്ന് കരുതി ഞാനത്ര ശ്രദ്ധിച്ചില്ല. പിന്നെ എന്തിനോ തിരിഞ്ഞു നോക്കിയപ്പോൾ രുദ്രമോളെ പോലെ ഒരു കുട്ടി നടന്നു പോകുന്നത് കണ്ടു. ഞാൻ റൈഡിൽ നോക്കിയിട്ട് മോളെ കണ്ടതുമില്ല. അതാ പിന്നെ പെട്ടെന്ന് ഞാൻ കുഞ്ഞു പോയ വഴിയെ പോയത്. ഞാൻ ചെന്നപ്പോൾ മോൾ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ദേവേട്ടത്തി തിരക്കി നടക്കുകയായിരുന്നു. ഇതെല്ലാം കേട്ട് അഗ്നിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. ആതിര മറുപടി ഒന്നും പറയാനാകാതെ വിളറി വെളുത്തു. ദേവ കുഞ്ഞിനെ മാറോടണച്ച് പിടിച്ചിരുന്നു. അച്ചു അവളെ ആശ്വസിപ്പിച്ചും കൊണ്ടിരുന്നു. രഞ്ജു, വണ്ടിയെടുക്ക്, അഗ്നി ദേഷ്യത്തോടെ പറഞ്ഞു. വാ ദേവാ. അവൻ ദേവയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് നടന്നു. ആതിരെ ആരും തന്നെ വിളിച്ചില്ല. അവരുടെ പുറകെ നടന്നു. കാറിലിരുന്ന് ആരും ഒന്നും സംസാരിച്ചില്ല. അഗ്നിയുടെ മുഖം കാണുമ്പോൾ തന്നെ ആതിരയ്ക്ക് പേടി തോന്നിയിരുന്നു. വീട്ടിലേക്ക് എത്തിയതും ആതിര ആരെയും നോക്കാതെ മുറിയിലേക്ക് കയറിപ്പോകാൻ തുടങ്ങി. ഒന്ന് നിന്നേ, അഗ്നി മുണ്ടൊന്ന് മടക്കി കുത്തിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശിയും ചെറിയമ്മയും വലിയമ്മയും അവരുടെ ഭർത്താക്കന്മാരും ഒക്കെ ഹാളിൽ വന്നിരുന്നു. അവൻ ആതിരയുടെ അടുത്തേക്ക് നടന്നു. ആതിര വിയർത്തൊലിച്ചു. എന്തിനടി നീ ഇത് ചെയ്തത്? അവൻ ദേഷ്യത്തോട് ചോദിച്ചു. നിന്നോടാ ഞാൻ ചോദിച്ചത്, എന്തിനാ നീ ഇത് ചെയ്തതെന്ന്? അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു. അത് ഞാൻ അഗ്നിയേട്ടനെ അവളെ തമ്മിൽ പിരിക്കാൻ. അവൾ പറഞ്ഞതും അഗ്നി അവളുടെ കവളിൽ ആഞ്ഞടിച്ചു. എന്തിനാ എൻ്റെ കുഞ്ഞിനെ തല്ലുന്നത്? വലിയമ്മ അവരുടെ മുൻപിൽ കയറി നിന്നുകൊണ്ട് ചോദിച്ചു. മേലാൽ എൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും നീ തൊട്ടുപോകരുത്. ഇനി ഒരു തവണ കൂടി നിങ്ങൾ അമ്മയും മോളും എൻ്റെ പെണ്ണിനെതിരെ ഒരു വിരൽ അനക്കിയെന്ന് ഞാൻ അറിഞ്ഞ അന്ന് നിങ്ങൾ ഈ വീടിന് പുറത്തായിരിക്കും. ഞാൻ പറഞ്ഞേക്കാം. അവൻ കൈ ചൂണ്ടി അവരോട് ദേഷ്യത്തോടെ പറഞ്ഞു. എന്താ അഗ്നി, എന്താ കാര്യം? ആരെങ്കിലും ഒന്ന് പറയേ. അതെ അഗ്നി, കഥ അറിയാതെ ആട്ടം കാണുവാ ഞങ്ങള്. നീ കാര്യം തുറന്ന് പറ, മാധവനും പറഞ്ഞു. അഗ്നി ഇന്നുണ്ടായ സംഭവങ്ങളൊക്കെ അവരോട് പറഞ്ഞു. മാധവൻ സരോജിനിയുടെ അടുത്തേക്ക് നടന്നു. അത് ഏട്ടാ, ഞാനൊന്നും. അവർ പറഞ്ഞതും അയാൾ അവരെ ആഞ്ഞടിച്ചു. മക്കളെ നേർവഴിക്ക് നടത്തുന്നവളാടി അമ്മ, അല്ലാതെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മക്കളെ വഴിതെറ്റിക്കുന്നവളല്ല അമ്മ. ഇങ്ങനെ ഒരു ജന്മം, അയാൾ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയിരുന്നു. അച്ചുവും അയാളുടെ പുറകെ മുറിയിലേക്ക് നടന്നു. അഗ്നിയും അവരെയൊന്ന് നോക്കിയിട്ട് ദേവയും കുഞ്ഞിനെയും കൊണ്ട് മുറിയിലേക്ക് നടന്നു. ഇനിയെങ്കിലും നന്നായിക്കൂടെ സരോജിനി? നിനക്ക് എത്ര കിട്ടിയാലും നീ പഠിക്കില്ലല്ലോ. മുത്തശ്ശി അവരെ നോക്കി പറഞ്ഞു. മേ. ആതിര അവരുടെ ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണം. അങ്ങനെ അവൾ ഇവിടെ സുഖിച്ച് ജീവിക്കണ്ട. സരോജിനി ദേഷ്യത്തോടെ പറഞ്ഞു. അവളെന്നെ തല്ലി അമ്മേ. നിന്നവരുടെ ഒക്കെ മുമ്പിൽ വെച്ച് അവളെന്നെ തല്ലി. അവൾ പറഞ്ഞുകൊണ്ട് കവളിൽ കൈവച്ചു. നീ സമാധാനപ്പെടുമോളെ, ഞാൻ എല്ലാത്തിനും ഒരു വഴി കണ്ടിട്ടുണ്ട്. അവരെന്തോ മനസ്സിൽ കണക്ക് കൂട്ടിയതുപോലെ പറഞ്ഞു. രുദ്രയെ തന്നെ നോക്കിയിരിക്കുകയാണ് ദേവ. രുദ്ര വന്നപ്പോഴേ ഉറങ്ങിയിരുന്നു. അഗ്നി കുളിച്ചിട്ടിറങ്ങിയപ്പോഴും കുഞ്ഞിനെ തന്നെ നോക്കിയിരിക്കുന്ന ദേവയാണ് കണ്ടത്. ദേവ. അവൻ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് വിളിച്ചു. ഞാൻ ഒരുപാട് പേടിച്ചു പോയി ദത്തേട്ടാ. ഞാൻ കരുതി കുഞ്ഞു വെള്ളത്തിൽ മറ്റോ. അവൾ കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു. ഏയ് കരയാതെ ദേവ, കുഞ്ഞിനൊന്നും പറ്റിയില്ലല്ലോ. അവൻ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. എന്നാലും രഞ്ജുവേട്ടൻ കണ്ടില്ലായിരുന്നെങ്കിലോ? മോളെങ്ങോട്ടെങ്കിലും പോയിരുന്നെങ്കിലോ? അവൾ കരഞ്ഞുകൊണ്ട് വീണ്ടും ചോദിച്ചു. സാരമില്ല, നീ കരയാതിരിക്കുക. അങ്ങനെയൊന്നും രുദ്ര നമ്മളെ വിട്ട് പോവില്ല. അവളുടെ അമ്മയെ വിട്ട് അവൾ എവിടെ പോവാനാ? ചെല്ല്, നീ പോയി കുളിച്ചിട്ട് വാ. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് ഡ്രസ്സ് എടുക്കാൻ അലമാരിയുടെ അടുത്തേക്ക് നടന്നു. അവൾ കുളിച്ചിട്ട് ഇറങ്ങിയതും ലാപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന അഗ്നിയാണ് കണ്ടത്. അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു. മുമ്പിൽ അവൾ വന്ന് നിൽക്കുന്നത് അറിഞ്ഞതും അവൻ ലാപ്പിൽ നിന്നും തലയുയർത്തി നോക്കി. എന്താ ദേവാ? അത് പിന്നെ എന്താ ദേവാ, കാര്യം പറ.
എന്തെങ്കിലും ആവശ്യമുണ്ടോ? അത് ചേച്ചിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ദിവസമാണ് നാളെ. അച്ഛൻ്റെ കയ്യിൽ പണം ഉണ്ടാവുമോ എന്ന് അറിയില്ല. അതിനുള്ള പണമൊക്കെ ദേവയുടെ അച്ഛൻ്റെ കയ്യിൽ എത്തിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി. അത് നമ്മുടെ കമ്പനിയിൽ നിന്നും ഡൊണേഷൻ കൊടുക്കുന്നുണ്ട്. അതുവഴി തൻ്റെ ചേച്ചിയുടെ കാര്യത്തിനുള്ള പണം ഞാൻ അവിടെ എത്തിച്ചിട്ടുണ്ട്. അവൻ ചിരിച്ചുകൊണ്ട് അവളോട് മറുപടി പറഞ്ഞു. താങ്ക്സ്. ഞാൻ ഞാൻ പോയിട്ട് ജോലിക്ക് കയറി കഴിയുമ്പോൾ തിരികെ തന്നോളാം. അവൾ പറഞ്ഞതും അവൻ അവളെ സംശയത്തോടെ നോക്കി. എത്ര രൂപയാണെന്ന് പറഞ്ഞാൽ മതി. 2 വർഷം കഴിഞ്ഞ് ഞാൻ തിരികെ തന്നോളാം. അവൾ വീണ്ടും പറഞ്ഞതും അവൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. അപ്പോൾ ദേവ 2 വർഷം കഴിഞ്ഞിട്ട് പോകാൻ തന്നെ തീരുമാനിച്ചോ? അത് ഞാൻ പോവണ്ടേ? കോൺട്രാക്റ്റ് 2 വർഷത്തേക്കല്ലേ ഉള്ളൂ. ദേവ പോകുമ്പോൾ കുഞ്ഞെ മിസ് ചെയ്യില്ലേ? കുറച്ച് നേരത്തേക്ക് അവളെ കാണാതിരുന്നപ്പോൾ ദേവ അത്രയും വിഷമിച്ചിട്ടുണ്ടെങ്കിൽ, പേടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് 2 വർഷത്തിന് ശേഷം ദേവ ഇവളെ കാണാതിരിക്കുന്നത്? അത് അത് പിന്നെ ഞാൻ ഞാൻ മോളെ നോക്കാൻ ഇവിടെ വന്നോളാം. അപ്പോൾ ആ ശമ്പളത്തിൽ നിന്നും പണം എടുത്തോളൂ. അവൾ എന്തോ ആലോചിച്ചതുപോലെ അവനോട് പറഞ്ഞു. ഏയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. 2 വർഷം കഴിഞ്ഞ് ദേവമ്മ വരും. പിന്നെ അവളെ നോക്കാൻ എനിക്ക് ആരുടെ ആവശ്യമില്ല. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അതിനൊന്ന് മൂളി. ദേവ ഇവിടുന്ന് പോയാൽ മോളെ മാത്രമേ മിസ് ചെയ്യുള്ളോ? എന്നെ മിസ് ചെയ്യില്ലേ? അവൻ ചിരിച്ചുകൊണ്ട് ലാപ്പ് വെച്ചിട്ട് അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. അത് അത് പിന്നെ പറയ് ദേവ. ദേവ എന്നെ മിസ് ചെയ്യില്ലേ? അവൻ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരുന്നു. അവൻ വരുന്നതനുസരിച്ച് അവളും പുറകോട്ട് മാറിക്കൊണ്ടിരുന്നു. അവൾ ഭിത്തിയിൽ തട്ടി നിന്നതും അവൻ 2 സൈഡിലും കൈവച്ച് ലോക്ക് ചെയ്തു. പറദേവ, എന്നെ മിസ് ചെയ്യില്ലേ നീ? അവൻ അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ വിയർത്തൊഴുകി. അവൻ അവളുടെ നെറ്റിയിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വിയർപ്പ് തുള്ളികൾ തുടച്ചു കൊടുത്തു. ഏട്ടാ. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചുകൊണ്ട് അവനെ വിളിച്ചു. ദത്തേട്ടാന്ന് വിളിക്ക് ദേവ. അവൻ അവളുടെ കവളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അവളാണെങ്കിൽ ഞെട്ടി അവനെ നോക്കി. കുസൃതി ചിരിയോടെ അവളെ നോക്കി നിൽക്കുന്ന അഗ്നിയെ കണ്ടതും അവനെ നോക്കാനാകാതെ അവൾ തല കുനിച്ചു. അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് അവളുടെ മുഖം ഉയർത്തി. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ദേവ, വന്നപ്പോൾ ചോദിക്കണമെന്ന് കരുതിയതാ. ഇന്നീ സിന്ദൂരം ഇട്ടത് എന്തുകൊണ്ടാ? ദേവ വന്നിട്ട് ഇതുവരെ ഞാനിതിട്ട് കണ്ടിട്ടില്ലല്ലോ. അത് പിന്നെ മുത്തശ്ശി പറഞ്ഞു ഇടാനോ? അവൾ പറഞ്ഞതും അഗ്നി ചിരിച്ചു. ദേവ, എന്തിനാ നീ ഇങ്ങനെ കള്ളം പറയുന്നത്? ഇത് നീ ആരും പറയാതെ ഇട്ടതാണെന്ന് എനിക്കറിയാം. മുത്തശ്ശി തന്നെയാണ് ഞാൻ വന്നപ്പോൾ പറഞ്ഞത് നീ സിന്ദൂരം ഇട്ടെന്ന്. അവർക്കൊക്കെ അത് കണ്ട് സന്തോഷമായെന്നും. പറയ്, ദീർഘസുമംഗലിയായിരിക്കാനാണോ? അവൻ കുസൃതി ചിരിയോടെ അവളോട് ചോദിച്ചു. അത് അങ്ങനെയൊന്നുമല്ല. പിന്നെ എങ്ങനെയാ? അവൻ വീണ്ടും ചോദിച്ചു. ഞാൻ താഴേക്ക് പോവട്ടെ പ്ലീസ്? ഞാൻ ചോദിച്ചതിന് ദേവ എനിക്ക് ആൻസർ തന്നില്ല. അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ നോക്കി. ദേവ എന്നെ മിസ് ചെയ്യില്ലേ ഇവിടുന്ന് പോകുമ്പോൾ? അത് പറയ്. മിസ് ചെയ്യും. അവൾ കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. എങ്കിൽ പിന്നെ പോവാതിരുന്നൂടെ? അവൻ അരുമയായി ചോദിച്ചതും അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. ദേവ, ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് വിവാഹം ചെയ്തത്. ഞാനന്ന് അങ്ങനെയൊക്കെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ദേവ ഇന്നിവിടെ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ടാ അന്ന് അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യേണ്ടി വന്നത്. അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ച് അവനെ നോക്കി. പോവാതെ ഇരുന്നൂടെ എന്നെയും നമ്മുടെ മോളെയും വിട്ടിട്ട്? എൻ്റെ ഭാര്യയായി, നമ്മുടെ കുഞ്ഞിൻ്റെ അമ്മയായി നിനക്ക് ഇവിടെ നിന്നൂടെ ദേവ? നീ പോകുമ്പോൾ നമ്മുടെ മോൾ എന്ത് വിഷമിക്കുമായിരിക്കും അല്ലേ ദേവ? അവൻ ചോദിച്ചതും അവൾ പൊട്ടിക്കരച്ചിലോടെ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. അവൻ 2 കൈകൾ കൊണ്ടും അവളെ പൊതിഞ്ഞു പിടിച്ച് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. വീട്ടിലെല്ലാവർക്കും എന്നോട് ദേഷ്യമല്ലേ ഏട്ടാ? അച്ഛൻ, അമ്മ, ചേച്ചി ഒക്കെ എന്നെ വെറുക്കില്ലേ? അവരെ കൂടി എനിക്ക് കൊണ്ടുതരാവോ? അവൾ കണ്ണുകൾ നിറച്ച് അവനെ നോക്കി ചോദിച്ചു. എല്ലാവരെയും കൊണ്ടുതരും ഞാൻ. എല്ലാവരും ദേവയെ കാണാൻ വരും. ഞാൻ അവിടെ ചെന്ന് സംസാരിക്കാം. കുറച്ച് ദിവസം കഴിയട്ടെ. അവൾ അതിനൊന്ന് മൂളി. ദേവ, അവൻ വിളിച്ചതും അവൾ എന്താണെന്നുള്ള രീതിയിൽ അവനെ നോക്കി. നിനക്ക് രുദ്രയെ എങ്ങനെയാ ഇത്രയും സ്നേഹിക്കാൻ കഴിയുന്നത്? നീ അവളുടെ അമ്മയല്ലല്ലോ? അവൻ സംശയത്തോട് ചോദിച്ചു. ആര് പറഞ്ഞു ഞാൻ അവളുടെ അമ്മയല്ലെന്ന്? ഞാൻ അവളുടെ അമ്മ തന്നെയാ. എൻ്റെ മോളാ അവള്. കട്ടിലിൽ നിഷ്കളങ്കമായി ഉറങ്ങുന്ന രുദ്രയെ നോക്കി ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവൾ പറയുന്നത് കേട്ട് അവനും ചിരിച്ചു. അപ്പോൾ നമുക്കൊരു മോളുണ്ടാകുമ്പോഴോ? അവൻ കുസൃതി ചിരിയോടെ ചോദിച്ചു. അവൾ കുറുമ്പോടെ അവനെ നോക്കി. പറയ്, അപ്പോഴോ? അപ്പോൾ രുദ്രയോട് സ്നേഹം കുറയോ? അതെങ്ങനെയാ സ്നേഹം കുറയുന്നേ? അവളല്ലേ എൻ്റെ മൂത്ത മോള്. രണ്ടാമതൊരു മോളുണ്ടാകുമ്പോൾ ആദ്യത്തെ മോളെ ഒരമ്മമാരും സ്നേഹിക്കാതിരിക്കില്ലല്ലോ. അവൾ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാ നമ്മുടെ കാര്യങ്ങൾ? അവൻ പുരികം പൊക്കി ചോദിച്ചു. എന്ത്? രണ്ടാമത് മോളെ വേണ്ടേ? അവൻ വീണ്ടും ചോദിച്ചു. ആദ്യം എൻ്റെ വീട്ടുകാരെ എനിക്ക് കൊണ്ടുത്താ, എന്നിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടി എന്നെ താലിയിട്ട് പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാം. ഇപ്പം ചെല്ല്. അവൾ അവൻ്റെ നെഞ്ചിൽ കൈവച്ച് തള്ളിക്കൊണ്ട് പറഞ്ഞു. അവൾ പറയുന്നത് കേട്ട് അവനും ചിരിച്ചു. ആഹാരമൊക്കെ കഴിഞ്ഞ് ദേവയും അഗ്നിയും തിരികെ മുറിയിൽ വന്നിരുന്നു. ദേവ കുഞ്ഞിനെ ഒരു സൈഡിലായിട്ട് ചെന്ന് കിടന്നു. അഗ്നി മറു സൈഡിലും കിടന്നു. ദേവ, അവൻ വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി.
ചാരു ആരാണെന്ന് നിനക്കറിയണ്ടേ? അത് അച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്ത്? അവൻ സംശയത്തോട് ചോദിച്ചതും അവൾ അച്ചു പറഞ്ഞ കാര്യങ്ങൾ അവനോട് പറഞ്ഞു. അപ്പോൾ കുറച്ചൊക്കെ ദേവയ്ക്ക് മനസ്സിലായി കാണുമല്ലോ. അവൾ അതിനൊന്നും മൂളി. ചാരു, അവൾ എനിക്ക് എല്ലാമായിരുന്നു ദേവ. എൻ്റെ അച്ചുവിനെ പോലെയായിരുന്നു അവൾ എനിക്ക്. ഒരു പൊട്ടിപ്പെണ്ണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കും. അത്ര സാധുവായിരുന്നു അവൾ. സ്നേഹിച്ചു കൊല്ലും നമ്മളെ. ചാരു അവിടെ ജോലിക്ക് വന്നതല്ലേ? അവൾ സംശയത്തോട് ചോദിച്ചു. അല്ല, ചാരുവിനെ ഞാൻ അവിടെ ജോലിക്ക് എടുക്കുമായിരുന്നു. അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി.